മൂന്നാർ ഗൂഡാർവിള ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതുന്നത് വനംവകുപ്പ് RRTയുടെ കാവലിലാണ്. ചോദ്യപേപ്പർ സ്കൂളിൽ എത്തിക്കുന്നത് മുതൽ പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ പോകുന്നതുവരെ RRTയുടെ സേവനമുണ്ട്. പടയപ്പയും കാട്ടാനക്കൂട്ടവും പരീക്ഷ നടക്കുന്ന സ്കൂളിന് സമീപത്തുണ്ട്. അതിനാലാണ് ഈ കാവൽ. പടയപ്പയും കാട്ടാനക്കൂട്ടങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസമായി ഗൂഡാർവിള എസ്റ്റേറ്റിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗൂഡാർവിള ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ. RRTയുടെ ഒരു വാഹനവും RRT അംഗങ്ങളും ഇവിടെയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പടയപ്പ ഉൾപ്പെടെയുള്ള കാട്ടാനകൾ എപ്പോൾ വേണമെങ്കിലും ഈ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കയറി വരാം. SSLC പരീക്ഷ നടക്കുകയാണ്. പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് RRTയുടെ ഈ സേവനം. മൂന്നാർ SBI ബാങ്കിൽ നിന്ന് രാവിലെ 6:30 ചോദ്യപേപ്പർ എടുക്കുന്നത് മുതൽ പരീക്ഷ കഴിയുന്നതുവരെ BFO രമേശിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് പോലീസിനൊപ്പം സുരക്ഷ ഒരുക്കുന്നത്. സ്കൂളിൻ്റെ അടുത്താണ് ക്യാമ്പ് ചെയ്തേക്കുന്ന ആന. അതുകൊണ്ട് ഈ സ്കൂളിലെ 10ാം ക്ലാസ് പരീക്ഷ നടക്കുന്നതുകൊണ്ടും ഈ പരീക്ഷയിൽ വല്ല തടസ്സം ഉണ്ടാകുന്ന തടയിന് വേണ്ടിയാണ് നമ്മളിവിടെ ക്യാമ്പ് ചെയ്യുന്നത്. ഈ പരീക്ഷ തീരുന്നവരെ നമ്മളിവിടെ ഹാൾട്ടുണ്ട്. പരീക്ഷാ സമയത്ത് ആനകൾ സ്കൂളിനോട് ചേർന്ന് എത്താതിരിക്കാൻ പ്രത്യേക ജാഗ്രതയുണ്ട്. പടക്കം പൊട്ടിച്ചും കടുവയുടെ റെക്കോർഡ് ചെയ്ത ശബ്ദം കേൾപ്പിച്ചും ആന എത്തിയാൽ തുരത്തും. കഴിഞ്ഞ വ്യാഴാഴ്ച വിദ്യാർത്ഥികൾ ഉള്ളപ്പോൾ പടയപ്പ സ്കൂൾ മുറ്റത്ത് കയറി പേരയ്ക്ക തിന്നു മടങ്ങിയിരുന്നു. പരീക്ഷ അവസാനിക്കുന്ന ഈ മാസം 26 വരെ വനം വകുപ്പിന്റെ പ്രത്യേക കാവൽ തുടരും. മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനയെ ഓടിക്കാൻ ഒരു മാർഗമല്ല, ഇതുപോലെ പലവിധ മാർഗങ്ങൾ RRT സ്വീകരിക്കുന്നുണ്ട്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. അപ്പൊ രാഹുൽ വിജയനും അവരുടെ കാവലിൽ തന്നെയാണ് അല്ലേ? മാത്രല്ല ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളിരുന്ന് പരീക്ഷ എഴുതുമ്പോ ഉമ്മാരും എല്ലാം ജനലിൽ കൂടെ തുമ്പിക്കൈ ഇട്ടിങ്ങനെ ബാക്കിലൂടെ തോണ്ടിയാലൊക്കെ എന്തായിരിക്കും. അതിനാണല്ലോ നമ്മുടെ സംഘം അവിടെ സജ്ജമായി. പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ ഇവർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല, പടയപ്പയ്ക്കൊന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യൂലല്ലോ.